ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ്. എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് നമ്മൾ കുറച്ച് മുമ്പേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. മടി കാരണവും എന്താ പറയുക, മടി കാരണം ഇട്ടിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടാക്കുന്നതല്ല ഇടുന്നത്. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാറില്ല കേട്ടോ. പിന്നെ തിരക്ക് പിടിച്ചൊക്കെ ആയിരിക്കും, ഓർഡറൊക്കെ കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം ഇതിപ്പം കുറച്ച് ലച്ചുവിനെ കൊണ്ടൊക്കെ ഫോണൊക്കെ പിടിപ്പിച്ച് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ സച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് എടുത്തതാണേ. അപ്പം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അന്ന് ഇടണം എന്നൊക്കെ വിചാരിച്ച് എടുത്തതാണ്. അപ്പം അങ്ങനെ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം കേട്ടോ. അപ്പം ഇപ്പം എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, സോഷ്യൽ മീഡിയ യൂട്യൂബിൽ എല്ലായിടത്തും ഒരു കേക്കൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇട്ടിട്ടുണ്ടാവും. അപ്പം ഞാനിങ്ങനെ വിശദമായിട്ട് പറയുന്നൊന്നുമില്ല. കാര്യമായിട്ട് അതിൻ്റെ റെസിപ്പിക്കായിട്ട് കാര്യമായിട്ട് വേണമെങ്കിൽ പറയണം കേട്ടോ. എങ്ങനെ ഉണ്ടാക്കുന്നത്, അത് ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പൊന്നും ആയി പോകാതിരിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ വേണമെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്നൊരു എടുത്ത വീഡിയോ അല്ലേ. ഞാനിവിടെ ഒരു 2.5 കിലോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാനൊരു 6 മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ റെഡിയാക്കുന്നത്. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്താണെന്നും ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും പിന്നെ കേക്കിൻ്റെ മെത്തേഡ്സും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതൊക്കെ നമുക്കിടാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും പറ്റാത്ത പാത്രത്തിൽ വേണം എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിലൊന്നും വെക്കാത്ത മുട്ട വേണം ഉപയോഗിക്കാൻ കേട്ടോ എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഫ്രിഡ്ജിൽ വെച്ച മുട്ടയും തിരക്ക് പെട്ടെന്ന് വരുന്ന ഓർഡറൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഇത് ബട്ടർ മിൽക്കാണ്. ബട്ടർ മിൽക്ക് തയ്യാറാക്കുന്ന റെസിപ്പി തന്നെ വേറെ ഇടാം. അപ്പോൾ ബട്ടർ മിൽക്കൊക്കെ റെഡിയാക്കി ഞാനിന്ന് സച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കുന്ന റെഡ് വെൽവെറ്റ് കേക്കാട്ടോ. നമ്മുടെ ഫുഡ് കളർ കുറച്ച് റെഡ് കളറും കൂടി ചേർത്തു. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സിയിലെ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്തു. അത് നമ്മൾ ഷുഗറിൻ്റെ പൗഡർ ഇങ്ങനെ ഇട്ടിട്ടാണ് ബീറ്റ് എടുത്തത് കേട്ടോ. ബീറ്റ് ചെയ്ത് നന്നായി അത്യാവശ്യം നന്നായി ഫ്ലഫി ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ബട്ടർ മിൽക്കും കളറും കൂടി ആഡ് ചെയ്തിട്ടുള്ളത് ചേർക്കും കേട്ടോ. അത് ചേർത്ത് പയ്യെ ഒന്ന് ബീറ്റ് എല്ലാം കേക്ക് നമ്മൾ ചെയ്തെടുക്കുമ്പം നമ്മളത് ബീറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഒരേ വശത്തേക്ക് ഫോൾഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് അരിച്ച് വെച്ചിട്ടുള്ള മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് മിക്സ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ മറന്നു. ഓയിലും ബട്ടറുമാണ് ചേർത്തിട്ടുള്ളത്. നമ്മുടെ കേക്ക് സോഫ്റ്റ് ആവാനും നല്ല ബട്ടറൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. റെഡ് വെൽവെറ്റിൻ്റെ കളറ് ഇഷ്ടമുള്ള അത്രയും ചേർക്കുക. അപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ, നമുക്കധികം കളറിൻ്റെ ആവശ്യമില്ല, എന്നാൽ റെഡ് വെൽവെറ്റ് ആയിരിക്കും വേണം. അങ്ങനെ പിന്നെ നല്ല കമ്പനീൻ്റെ കളർ നോക്കി എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റെഡ് അല്ലാത്തൊരു കളറായിട്ട് പോകും. അപ്പം ഞാനിവിടെ സൂപ്പർ റെഡ് കളർ ഉപയോഗിക്കാറുണ്ട്, പിന്നെ ടൊമാറ്റോ റെഡ് ഉപയോഗിക്കാറുണ്ട്. എനിക്ക് ഇച്ചിരി കൂടെ കളർ തോന്നുന്നത് സൂപ്പർ റെഡാണ് കേട്ടോ. ജെൽ കളർ വാങ്ങിയാൽ ഇച്ചിരി കൂടെ നന്നായിട്ട് കളർ കിട്ടും. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ച് ബബിൾസൊക്കെ കളഞ്ഞ് ടാപ്പ് ചെയ്ത് നമ്മൾ കേക്ക് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 മണിക്കൂറിൻ്റെ അടുത്ത്, അത്രയും വേണ്ട, അങ്ങനെ. അപ്പം ഞാൻ ഓവനിലൊന്നുമല്ല, നമ്മുടെ ഓവൻ സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ പറയൂ, ഞാനിടാം. അപ്പം ഇവിടെ ചേട്ടായി ക്രീം ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ് വാട്ടറിൻ്റെ മേലെ പാത്രം വെച്ചിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ വാങ്ങുന്ന കമ്പനി പോലെ ഇരിക്കും ക്രീമിൻ്റെ ക്വാളിറ്റി കേട്ടോ. നല്ല കമ്പനി ഉണ്ടാവും, പിന്നെ നല്ല ടേസ്റ്റുള്ള, അതൊക്കെ നോക്കി ഓരോരുത്തർ ഉപയോഗിച്ച് തന്നെ അവർക്ക് ഏതാ കംഫർട്ടബിൾ, ചെയ്യാൻ എളുപ്പം എന്നൊക്കെ നോക്കി തന്നെ മനസ്സിലാക്കി എടുക്കണേ. അപ്പം അങ്ങനെ ഞാൻ വിവോ പിന്നെ ഏതായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മറന്നുപോയി. ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ നേരത്തെ അതിനകത്ത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാശയും ചേർത്തു, പിന്നെ ക്രീം ചീസും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസ് ചേർത്തിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്കൊക്കെ ഐസിങ് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പേരൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. റെഡ് വെൽവെറ്റ് ആകുമ്പോൾ വലിയ ഡിസൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. കേക്ക് ക്രം കോട്ട് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടാട്ടോ ബാക്കി ക്രീം ഐസിങ് ഒക്കെ ചെയ്തെടുത്തത്. അങ്ങനെ പേരൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സച്ചുവിൻ്റെ പിറന്നാൾ കാണാം കേട്ടോ, പിറന്നാളാഘോഷം കാണാം. അപ്പോൾ വൈകുന്നേരം എല്ലാവരും വന്നിട്ടുണ്ട്. Happy birthday to you.
വെള്ളം വിട്ടല്ലേ സച്ചൂട്ടനാണ് ഇങ്ങനെ ഇരിക്കുന്നേ. കണ്ടോ? ഈ ചേട്ടന്മാർക്കൊക്കെ വായി വെച്ച് കൊടുക്ക്. ഇവനേതാ പറഞ്ഞാലും ഇവനിങ്ങനെ തന്നെ. അമ്മച്ചിക്ക് കൊടുക്ക, അമ്മച്ചിക്ക്. ആടി വായിൽ വെക്കാൻ അമ്മച്ചി കൊടുത്തു വായിലെത്തില്ല. അയ്യോ ക്ഷമയില്ല. അല്ല അവന് കൊടുക്കാനൊന്നും സമയമില്ല. ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ സച്ചൂട്ടിൻ്റെ കുഞ്ഞി പിറന്നാളാഘോഷമൊക്കെ കണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ കാണാം.